ഹലോ, ബ്ലെസ്സില്ല ഹെയർ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള മുടിക്ക് ഉള്ളി വയ്ക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നന്നായിട്ട് മുടി വളരാനും സഹായിക്കും കേട്ടോ. അപ്പം ഞാൻ പേരയിലൊക്കെ കയറിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ പേരയിൽ പറിക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. ഇത് കണ്ടോ, ഈ പേര നിറയെ ചെറിയ ചെറിയ പേരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള പേരയാണിത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പേരയില പറിച്ചെടുക്കാം കേട്ടോ. ഈ ഹെയർ പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടും മുള്ളില്ലാത്ത മുടിയുള്ളവരുണ്ടല്ലോ, അവർക്ക് ഈ ഹെയർ പാക്കൊക്കെ മുടിയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് കുറച്ച് തിക്ക് വെച്ചതുപോലെയൊക്കെ മുടിക്ക് തോന്നും കേട്ടോ. അതുമല്ല, നല്ല രീതിയിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടിക്ക് ഉള്ളു വെക്കുകയും ചെയ്യുന്നൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടവർക്കൊക്കെ അറിയാം, ഈ മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ നിറച്ച് ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെട്ടി നിർത്തും. അപ്പം അങ്ങനെ വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ചെമ്പരത്തി ഇല, ഈ നിൽക്കുന്ന ചെമ്പരത്തി ഇലയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ചെറുതായിട്ട് കിളിർത്ത് വന്നിട്ടേ ഉള്ളൂ. ഇതിൽ നിറച്ച് ഇങ്ങനെ പള്ള കയറി കിടക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് വേണം ചെമ്പരത്തിയുടെ ഇല എടുക്കാനായിട്ട്. എന്തോ കാട്ടുവള്ളി കയറി കിടന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ പറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ഇല അത്യാവശ്യത്തിന് നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യത്തിന് അത്രയും എടുക്കാം കേട്ടോ. ചെമ്പരത്തിയുടെ ഇല നമുക്ക് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ട് നമ്മൾ മുടി കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം, വലിയവർക്കൊക്കെ നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ അല്ലേ ചെമ്പരത്തിയുടെ ഇല എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാർ മുടി വളരാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കേട്ടോ ചെമ്പരത്തിയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രത്തോളം ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ തുളസിയുടെ ഇല പറിക്കാൻ പോകുന്ന വഴിയിൽ ഞാൻ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ കയ്യൂന്നി കണ്ടു എണ്ണ കാച്ചാനായിട്ട് ഞാൻ വെച്ച് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. നമ്മൾ വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല, ഇതിവിടെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എണ്ണയൊക്കെ കാച്ചണം. അപ്പോൾ ഞാനിത് കണ്ടു വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തുളസിയുടെ ഇല പറിച്ചെടുക്കാം. കൃഷ്ണ തുളസിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ പറിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ, നിലത്ത് നിന്ന് തുളസിയൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ വേലിമേൽ 2 തുളസി ഉണ്ടെന്ന്, ഒരു കുഞ്ഞു തുളസിയാണ്. ഈ തുളസിയിൽ നിന്നാട്ടോ ഞാൻ മുടിയിലൊക്കെ തേക്കാനായിട്ട് തുളസിയില പറിക്കാറുള്ളത്. പിന്നെ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുളസിയില ഇതിൽ നിന്നാട്ടോ പറിക്കാറുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം തുളസിയുടെ നീര് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ മുടി തലയോട്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ പേൻ കടിച്ചിട്ട് പൊട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തുളസിയുടെ നീര് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. തുളസിയുടെ ഇല നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. കുഞ്ഞുങ്ങൾ എന്നും മുടി പിന്നെയൊക്കെയാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് തുളസിയുടെ നീരൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തേച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഫ്രണ്ടിൽ നിറച്ച് റബ്ബർ നിന്നിരുന്നാണ്. നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്ക് അറിയാൻ പറ്റും. ആ റബ്ബറൊക്കെ വെട്ടി തൈമരം വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ പൈനാപ്പിളിൻ്റെ ചെടി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഒരു ചെറിയ തൈ കൊണ്ടുവന്ന് ഞാനിവിടെ നട്ട് പിടിപ്പിച്ചാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് 7 തൈകളുണ്ട് കേട്ടോ. 7 തൈയല്ല, ഇതുപോലത്തെ 7 കറ്റാർവാഴയുടെ ചെടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഉണ്ടാവുന്ന സമയത്ത് ഞാനത് പറിച്ച് നട്ട് അങ്ങനെ 7 ചട്ടിയിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെക്കാം കേട്ടോ. ഇതിൻ്റെ യെല്ലോ കളർ ലിക്വിഡ് നമുക്ക് തലയൊട്ടിയിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചൊറിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് കുത്തിച്ചാരി എവിടെയെങ്കിലും ഒന്ന് വെക്കാം കേട്ടോ. കറ്റാർവാഴ നമുക്ക് മുടിക്ക് ഉപയോഗിക്കുന്നതും മുഖത്തൊക്കെ തേക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. മുടിയിൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു ചകിരി പോലെയുള്ള ആ ഒരു രീതിയൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ മുടിയൊക്കെ. നമുക്കിതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. കറ്റാർവാഴ ഞാൻ അവിടെ കുത്തിച്ചാരി വെച്ചേക്കാണ്. ഇലകളെല്ലാം കൂടെ നമുക്കൊന്ന് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും ഇടാറില്ല, കാരണം വേറെ ഒന്നുമല്ല, കുഞ്ഞുങ്ങളെ നോക്കുന്നതാണല്ലോ നമുക്ക് പ്രാധാന്യം. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ വീട്ടിലിരിക്കും. 3 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. അപ്പോൾ 5 മക്കളാണല്ലോ. അപ്പോൾ അവർ നോക്കുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല കേട്ടോ. ഈ കറ്റാർവാഴ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പച്ച കളർ പുറത്തെ തൊലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ജെല്ല് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട്, അതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ട് പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല തിക്കായിട്ട് എനിക്ക് കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം 2 സ്പൂണ്, ഇതുണ്ട് വലിയ സ്പൂണാണ്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കോരി ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തവിയില്ലേ, സ്പൂണല്ല കേട്ടോ, തവിയാണ് കേട്ടോ. ആ തവിയും കൊണ്ട് 2 തവി കഞ്ഞിവെള്ളം ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
നമ്മളിത് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് കഞ്ഞിവെള്ളം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ അരിപ്പയാണ് എടുത്തിരിക്കുന്നത് അരിച്ചെടുക്കാനായിട്ട്. പക്ഷേ എനിക്ക് അരിച്ചെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുത്തത്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അരിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ആ മഞ്ഞക്കറി എടുക്കണ്ട കേട്ടോ, വെള്ള മാത്രം എടുത്താൽ മതി. ഞാൻ വെള്ളയും മഞ്ഞയും മുട്ട മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ സ്മെല്ലൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല മുട്ടയുടെ വെള്ള മാത്രം ഉപയോഗിക്കണം എന്നുള്ളൊരു മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി കേട്ടോ. ഡെയിലി ഈ ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. മുടിയുടെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മുടിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഹെയർ പാക്ക് തലയോട്ടിയിൽ മുടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്, കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിന് ശേഷമാണ് കേട്ടോ മുടിയിലൊക്കെ തേക്കാനായിട്ട് പോകുന്നത്. 1-2 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. തലയോട്ടി നിറയെ കുട്ടി കുട്ടി മുടികളൊക്കെ കിളിർത്ത് വരും. മുടിക്ക് അത്യാവശ്യം കുറച്ച് ലെങ്ത് ഒക്കെ വെക്കും, ഒരുപാട് മുടി ലെങ്ത് വെക്കില്ലെങ്കിലും അത്യാവശ്യം കുറച്ചെങ്കിലും ലെങ്ത് വെക്കും. അതുപോലെ തന്നെ കുറച്ച് മുടിക്ക് ഉള്ളൊക്കെ കൂടിയതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. നെറ്റി കയറിലുള്ളവരും നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നവരും ഈ നെറ്റിയുടെ ഇവിടങ്ങളിൽ മുടി കിളിർക്കണം എന്നുള്ളവരും ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചോദിക്കുമായിരുന്നു ട്വിൻസ് ആയതുകൊണ്ട് മുടി കൊഴിയുന്നുണ്ടോ ബ്ലസ്സിന്ന്. ആ സമയത്ത് എനിക്ക് മുടിയൊന്നും കൊഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മുടി കൊഴിയാനായിട്ട് തുടങ്ങി. ഈ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് മെഡിസിനൊക്കെ എടുക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഗുളികയൊക്കെ കഴിക്കേണ്ട വന്നിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മുടി കൊഴിയാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ടും ഈ ഹെയർ പാക്കാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. മുടി കൊഴിഞ്ഞു പോയി, അത് പോയത് പോട്ടെ, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ തന്നെ മുടി പിന്നീട് കിളിർത്ത് വന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം മുടിക്ക് പഴയതുപോലെ തന്നെ ഉള്ളൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഒട്ടും മുടിക്ക് ഉള്ളില്ല, നേരത്തെ മുടി ഉണ്ടായിരുന്നു, ഇപ്പം മുടിയെല്ലാം പോയി. അങ്ങനെയുള്ളവരാണെങ്കിൽ മുടി നല്ല രീതിയിലൊന്ന് കെയർ ചെയ്താൽ മതി, നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയണത്. കുറച്ച് മുടിയൊന്നും അല്ല കേട്ടോ, കുറേ അധികം മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തലയോട്ടിയിൽ നിന്നുള്ള മുടി നല്ല തിക്കുണ്ട്, മുടിയുടെ അറ്റത്തോട്ട് ഉള്ളു കുറഞ്ഞാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അടുത്ത ദിവസം ഒന്ന് മുടി വെട്ടിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. മുടിയിൽ ഹെയർ പാക്കൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുടി ബണ്ണായിട്ടൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്തെടുക്കാൻ കേട്ടോ. ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ കെമിക്കലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ കഞ്ഞിവെള്ളം തേച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.